ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ കോസൽ സീക്വൻസ്. ഒരു ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ കോസൽ സീക്വൻസിൻ്റെ അല്ലെങ്കിൽ അതിനൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞു. കോസൽ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സീറോയിൽ നിന്നും റൈറ്റ് സൈഡിലോട്ട് പോകുന്ന സീക്വൻസിനെയാണ് കോസൽ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ കോസൽ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ ഡ്യൂറേഷൻ ഫൈനൈറ്റ് അല്ല, ഇൻഫിനിറ്റ് ആണ്, പക്ഷേ റൈറ്റ് സൈഡിലോട്ടാണ് പോയിരിക്കുന്നത്. ഞാനിപ്പോൾ വരച്ചിട്ടുള്ള ഒരു സിഗ്നൽ 0-ൽ 1, 1-ൽ 1, 2-ൽ 1, 3-ൽ 1, 4-ൽ 1 അങ്ങനെ പോകുന്നു. ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ വരയ്ക്കുക എങ്ങനെയാണ് അല്ലേ, u(t) എന്ന് പറഞ്ഞിട്ട് വരക്കും. ഡിസ്ക്രീറ്റ് ആണ് നമ്മളിപ്പോൾ പഠിച്ചേക്കുന്നത്. സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ ഡിസ്ക്രീറ്റിൻ്റെ സിഗ്നലിനെയാണ് നമ്മൾ അനാലിസിസ് ചെയ്യുക, സെറ്റ് ട്രാൻസ്ഫോം ഡിസ്ക്രീറ്റ് സിഗ്നൽസിനെയാണ് പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് സിഗ്നലിൽ u(t) എന്നല്ല പറയാം, u(n). അപ്പോൾ നമ്മൾ മുകളിൽ കാണുന്ന നമ്പർ 1 വരച്ചേക്കുന്ന ഫിഗറാണ് u(n). ആ u(n)ൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 1. അത് എത്രയാണ് അതിൻ്റെ ഡ്യൂറേഷൻ? ഇൻഫിനിറ്റി വരെ, 0 തൊട്ട് ഇൻഫിനിറ്റി വരെ റൈറ്റ് സൈഡിലോട്ട് മാത്രം. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഈ സീക്വൻസിൻ്റെ സെറ്റ് ട്രാൻസ്ഫോമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ജനറൽ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇത് എളുപ്പത്തിൽ ഓരോന്ന് അടുത്തത് വീണ്ടും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഈ രണ്ടാമത് ഇപ്പം ഞാൻ ഈ u(n) ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, a(n) u(n). ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡയറക്റ്റായിട്ട് പറയാം. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനും നമുക്ക് സമയം ഒന്നുകൂടി ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞതിന് ശേഷം അതിലേക്ക് വരാം. അപ്പോൾ അത് നമുക്ക് ചെയ്യാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്താണെന്ന് നോക്കാം. അപ്പോൾ സെറ്റ് ട്രാൻസ്ഫോം ഇനി അങ്ങോട്ടേക്കുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മുമ്പ് പഠിച്ചേക്കുന്ന ജിയോമെട്രിക് പ്രോഗ്രഷൻ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ? സമ്മേഷൻ n = 0 to infinity a(n) എന്നുള്ളതിനെ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് 1/1 - a എന്ന് എഴുതാം. മാത്സിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ എഴുതണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? മാഗ്നിറ്റ്യൂഡ് ഓഫ് a < 1 ആയിരിക്കണം. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. സമ്മേഷൻ n = 0 to infinity a(n) എന്തെഴുതാം? 1/1 - a. കണ്ടീഷൻ എന്താണ്? മോഡ് a < 1. അതുപോലെ വേറൊരു ഇക്വേഷൻ ഉണ്ട്. സമ്മേഷൻ n = 1 to infinity a(n) ആണെങ്കിൽ നമുക്കറിയാം എന്തെഴുതണ്ടേ? a/1 - a എന്നെഴുതാം. അവിടെയും സെയിം കണ്ടീഷൻ തന്നെയാണ്. മോഡ് a < 1 ആണെങ്കിൽ മാത്രമേ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ? സമ്മേഷൻ 0 to infinity 2(n) നമുക്ക് 1/1 - 2 എന്ന് എഴുതാൻ പറ്റില്ല. കാരണം ഇത് 1-നേക്കാൾ കൂടിയ വാല്യൂ ആണ്. സമ്മേഷൻ n = 0 to infinity 0.5(n)നെ 1/1 - 0.5 എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ നന്നായി പഠിച്ചു വെച്ചേക്കുക. ഇതറിയാമെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ്റെ ബേസിലാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ എന്താണ്? a(n) × u(n). അതായത് നമ്മുടെ സിഗ്നൽ x(n) = a(n) × u(n) ആണ്. ഇതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എന്താണ്? x(z) = സമ്മേഷൻ n = -∞ to infinity x(n) × z⁻⁻n. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മളിവിടെ a(n) × u(n) എന്നാണ് അല്ലേ. ഈ u(n) എന്ന് പറയുന്ന സിഗ്നൽ എവിടം തൊട്ട് എവിടം വരെ മാത്രമേ ഉള്ളൂ? 0 തൊട്ട് ഇൻഫിനിറ്റി വരെ. 0 തൊട്ട് നെഗറ്റീവ് സൈഡ്, മൈനസ് സൈഡിൽ അതിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ 0 കൊണ്ട് നെഗറ്റീവ് സൈഡിൽ ഇതിന് ആൻസർ ഉണ്ടാവില്ല. കാരണം എന്തായിരിക്കും? അവിടെ 0 ആണ്. അപ്പോൾ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയിപ്പോൾ. അപ്പോൾ നമ്മൾ ലിമിറ്റ് എവിടം വരെ ഉണ്ടാവുള്ളൂ? നമ്മുടെ ഇക്വേഷൻ x(n) എന്ന് പറയുന്നത് a(n) u(n) ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിമിറ്റ് എവിടം വരെയാണ്? n = 0 to infinity a(n) u(n)ൻ്റെ വാല്യൂ എത്രയാണ്? 1. അതുകൊണ്ട് 1 × 1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, z⁻⁻n. ഓക്കെ ആണല്ലോ? ഇതിനെ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതാമല്ലോ. സമ്മേഷൻ n = 0 to infinity a(1) × z⁻⁻1 whole raised to n.
ഇത് തന്നെയല്ലേ തൊട്ട് മുകളിൽ എഴുതിയേക്കുന്നത്? നോക്കിയേ, ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ a⁻n z⁻−n അതിനാണല്ലോ തൊട്ട് മുകളിൽ. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ഫോമിന് ഈക്വൽ ആയിട്ടുള്ളൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സമ്മേഷൻ n = 0 to ∞ a⁻n ആണെങ്കിൽ 1/1 - a എന്ന് എഴുതാം. അതുകൊണ്ട് ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, 1/1 - az⁻1 എന്ന് എഴുതാം. ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോഗ്രഷൻ ഫോമിലേക്ക് നമ്മൾ അതിനൊന്ന് മാറ്റി എഴുതാം. അപ്പോൾ 1/1 - az⁻1 ഫോമിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതാനുള്ള കണ്ടീഷൻ എന്താണ്? ഈ ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂ az⁻1 എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് <1 ആയിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് നമുക്കൊന്നുകൂടി, അപ്പോൾ നമ്മളിപ്പോൾ എന്താ കിട്ടിയത്? x(z) നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1/1 - az⁻1. കണ്ടീഷൻ എന്താണ്? az⁻1 <1. അപ്പോൾ ഞാൻ ഇത് ഓരോന്നിനെയും, അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ കണ്ടീഷൻ എന്താണ്? ഈ ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യേണ്ട കണ്ടീഷൻ, അല്ലെങ്കിൽ ROC, റീജിയൻ ഓഫ് കൺവേർജൻസ്, അത് കൺവേർജ് ചെയ്യേണ്ട കണ്ടീഷൻ. 1/1 - z⁻1 എന്ന് പറഞ്ഞാൽ എന്താ? a/z. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഞാൻ കണ്ടീഷനെ മാറ്റി എഴുതാണ്. a × z⁻1 എന്ന് പറഞ്ഞാൽ എന്താ? a/z <1. ഇതിനെ ഒന്നുകൂടി ഞാൻ മാറ്റുന്നു. 1/ താഴത്തെ ഡിനോമിനേറ്റർ പാർട്ട് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, z-a/z. അത് മുകളിലേക്ക് പോകുമ്പോൾ z/z-a. റൈറ്റ് സൈഡ് ROC ഒന്ന് മാറ്റി എഴുതാം. a ഇവിടെ തന്നെ വെക്കുന്നു. z-നെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് പോകുമ്പോൾ ഇങ്ങനെ എഴുതാം. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? mod a <z. അല്ല എങ്കിൽ z greater than a. ഇത് കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ ROC, ഇതാണ് നമ്മുടെ സെറ്റ് ട്രാൻസ്ഫോം. ഈ ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യേണ്ട കണ്ടീഷനാണ് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതി വന്നത്. ആ ഇക്വേഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് x(z). അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x(z) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z/z-a ആണ്. ROC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z greater than a ആണ്. ഇത്രയും ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ROC എന്ന് പറയുന്നത് എന്താണ്? z greater than a. z-ൻ്റെ വാല്യൂ എപ്പോഴും മോഡിലാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ mod z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? z-ൻ്റെ വാല്യൂ r(e⁻j⁻ ആണ്. അപ്പോൾ mod z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mod r(e⁻j⁻ ആണ്. r(e⁻j⁻ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. therefore mod r(e⁻j⁻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? r എന്ന് എഴുതാം, അല്ലേ? r × 1 r. z-ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. z-ൻ്റെ മാഗ്നിറ്റ്യൂഡ് റേഡിയസ് ആണ്. അപ്പോൾ നിങ്ങൾ എഴുതിയേക്കുന്ന ഇവിടെ എന്താണ്? z-ൻ്റെ മാഗ്നിറ്റ്യൂഡ്, അല്ല, എപ്പോഴും നമ്മൾ ROC പറയാൻ മാഗ്നിറ്റ്യൂഡിലാണ്. അപ്പോൾ റേഡിയസ് greater than a ആണ്. അപ്പോൾ നമുക്കിതിനെ ഡയഗ്രമാറ്റിക് ആയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ വരച്ച് വെക്കാം. a റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ച് വെക്കുക. അതിൻ്റെ പുറത്തോട്ടേക്കാണ്, അല്ലേ, റേഡിയസ് greater than a. റേഡിയസ് ഉള്ള ഈ സർക്കിളിന് പുറത്തേക്കാണ് ROC. അപ്പോൾ സെറ്റ് ട്രാൻസ്ഫോമിൽ ROC എപ്പോഴും ഒരു സർക്കിളിന് വെളിയിലോ സർക്കിളിനകത്തേക്കോ ആയിരിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. x(z) എന്ന് പറയുന്നത് z/a⁻n × u(n)ൻ്റെ സെറ്റ് ട്രാൻസ്ഫോം x(z) എന്ന് പറയുന്നത് z/z-a mod z greater than a. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ ഇക്വേഷനകത്ത് എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? a⁻n u(n) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡഡ് സീക്വൻസ്. റൈറ്റ് സൈഡഡ് സീക്വൻസിൽ ROC എപ്പോഴും ആ സർക്കിളിൽ നിന്ന് പുറത്തേക്കായിരിക്കും. റൈറ്റ് സൈഡഡ് സീക്വൻസിൽ സർക്കിളിന് പുറത്തേക്ക്, എല്ലാം പുറത്തേക്ക്, റൈറ്റ് പുറത്തേക്ക്. ഇനി ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് ആണെങ്കിൽ ROC നേരെ അകത്തേക്കായിരിക്കും, സർക്കിളിനകത്തേക്കായിരിക്കും ഷെയ്ഡ് ചെയ്ത് കാണിക്കേണ്ടത്. നമുക്കത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് a⁻n × u(n), അല്ലേ? തൊട്ട് മുന്നേ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ u(n)ൻ്റെ സെറ്റ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ എന്താണ്? x(n) = a⁻n u(n). ഈ ഇക്വേഷനിൽ എയുടെ വാല്യൂ 1 ആണെങ്കിൽ എന്തെഴുതാം? 1/n u(n) എന്ന് എഴുതാം. അത് തന്നെയാണല്ലോ u(n). 1 എന്തായാലും 1 ആണ്. അപ്പോൾ u(n). അപ്പോൾ a⁻n u(n)ൻ്റെ സെറ്റ് ട്രാൻസ്ഫോം നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അതിൽ എക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ 1/n u(n) ആണ്.
1/n 1 ആണ്. അപ്പോൾ യു ഓഫ് എൻ ആവും. അപ്പോൾ എ എന്ന് പറയുന്ന വാല്യൂ 1 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താവും? സെറ്റ് ബൈ ഈ കിട്ടിയേക്കുന്ന ഫൈനൽ ആൻസർ നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ എന്ത് എഴുതാം? സെറ്റ് ബൈ സെറ്റ് മൈനസ് 1 അതിൻ്റെ ROC സെറ്റ് ഗ്രേറ്റർ ദാൻ. ഞാൻ പറഞ്ഞത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. a/n യു ഓഫ് എന്നിൽ a 1 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 1/n യു ഓഫ് എൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഓഫ് എൻ ആണ്. അപ്പോൾ യു ഓഫ് എന്നിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? a/n യു ഓഫ് എൻ്റെ ജനറൽ ഇക്വേഷനിൽ എക്ക് 1 ഇട്ട് കൊടുത്താൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതിനെ എന്തെഴുതാം? സെറ്റ് ബൈ സെറ്റ് മൈനസ് 1 ROC മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ 6th ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. ഇനി അടുത്തത്, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഇൻറ്റു യു ഓഫ് എൻ എന്ന് പറഞ്ഞ റൈറ്റ് സൈഡഡ് സീക്വൻസ് ആയിരുന്നു. റൈറ്റ് സൈഡഡ് സീക്വൻസിൻ്റെ ROC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ റൈറ്റിലോട്ടാണ്, ഒരു സർക്കിളിൽ നിന്ന് റൈറ്റിലോട്ടാണെന്ന് മനസ്സിലായി. ഇനി അടുത്ത സീക്വൻസ് നോക്കി, -a/n യു ഓഫ് -n - 1. ഇതാണ് നമ്മുടെ സിഗ്നൽ. എന്താണ് സിഗ്നൽ? എക്സ് ഓഫ് എൻ ഈക്വൽ ടു -a/n യു ഓഫ് -n - 1. ഈ സിഗ്നലിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ ആ സിഗ്നലിൻ്റെ യു ഓഫ് -n - 1 എവിടെയാണ് വരിക എന്നൊക്കെ നമുക്ക് അറിയണം. അതൊന്ന് നമുക്ക് നോക്കാം. ആദ്യം യു ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നൽ എന്തായിരുന്നു? ഇത് ഇങ്ങനെ റൈറ്റിലോട്ട് പോകുന്ന സിഗ്നലായിരുന്നു അല്ലേ? യു ഓഫ് -n എന്ന് പറയുന്ന സിഗ്നൽ എന്തായിരുന്നു? ഇങ്ങനെ ലെഫ്റ്റിലോട്ട് പോകുന്ന സിഗ്നലാണ് ആണല്ലോ. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചേക്കുക, യു ഓഫ് n - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരച്ചേക്കുന്ന ഫസ്റ്റ് സിഗ്നൽ എന്ത് ചെയ്യും? ഒരു സ്റ്റെപ്പ് റൈറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ യു ഓഫ് n - 1 വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും. 1 തൊട്ടായിരിക്കും ആ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുക. യു ഓഫ് എന്നോ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി യു ഓഫ് -n - 1 എന്ന് പറയുന്ന സാധനം എന്താ? ഇത് യു ഓഫ് -n ആണ്. യു ഓഫ് -n - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. യു ഓഫ് n എന്ന് പറയുന്നത് റൈറ്റ് സൈഡഡ് സീക്വൻസ് ആണ്. യു ഓഫ് -n എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് ആണ്. യു ഓഫ് -n - 1 എന്ന് പറയുന്നത് ഇപ്പോഴുള്ള റൈറ്റ് സൈഡഡ് സീക്വൻസ് ഒന്നുകൂടി ഡിലേ ആയിട്ട് മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി റൈറ്റിലോട്ട് പോകും. യു ഓഫ് -n എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് ആണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നതാണ്. യു ഓഫ് -n - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി അതെടുത്തിട്ട് ലെഫ്റ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ ഞാനിതിനെ മാറ്റി വരയ്ക്കുകയാണെങ്കിൽ യു ഓഫ് -n - 1 എന്ന് പറഞ്ഞ സിഗ്നൽ എങ്ങനെയായിരിക്കും? ഒന്നുകൂടി അത് ലെഫ്റ്റിലോട്ട് പോകും. അപ്പോൾ ഇത് -1ൽ നിന്ന് -2 -3 അങ്ങനെ -∞ വരെ പോകുന്നതായിരിക്കും. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. യു ഓഫ് n - 1 എന്ന് പറയുന്ന സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്കാണ്. യു ഓഫ് -n - 1 എന്ന് പറയുന്ന സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് -1ൽ നിന്നും ഇൻഫിനിറ്റിയിലേക്കാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ്റെ എക്സ് ഓഫ് സെറ്റ് ട്രാൻസ്ഫോം നമ്മൾ എഴുതാൻ പോവാണ്. ജനറൽ ഇക്വേഷൻ എന്താണ്? n ഈക്വൽ ടു -∞ to ∞ എക്സ് ഓഫ് n ഇൻറ്റു സെറ്റ് റേസ് ടു -n. പക്ഷെ നമ്മുടെ സിഗ്നൽ നോക്കാം, ഇതിൻ്റെ കൂടെ യു ഓഫ് -n - 1 ആയതുകൊണ്ട് തന്നെ ആ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് -1ൽ നിന്നും -∞ വരെയാണ്. അതിൽ ഏറ്റവും ലോവസ്റ്റ് പാർട്ടാണ് നമ്മൾ ആദ്യം എഴുതുക. അപ്പോൾ n ഈസ് ഈക്വൽ ടു -∞ to -1 അല്ലേ? നമ്മളൊരു സിഗ്നൽ വരുന്നത് -∞ തൊട്ടിട്ട് ഇങ്ങനെ വന്ന് -1 വരെയാണ്. അപ്പോൾ എപ്പോഴും ലെഫ്റ്റിലുള്ള വാല്യൂ ആണ് നമ്മുടെ ലിമിറ്റിൽ ആദ്യം പറയുക. അത് എൻഡ് ചെയ്യുന്നത് -1ലാണ്. അത് തന്നെയാണ് ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ -∞ എന്നിൻ്റെ വാല്യൂ സമ്മേഷൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? -∞ to -1. ക്വസ്റ്റ്യൻ അതേപടി എടുത്തെഴുതുക. -a/n ഇൻറ്റു യു ഓഫ് n ആയിക്കോട്ടെ, യു ഓഫ് -n ആയിക്കോട്ടെ, യു ഓഫ് n+1 ആയിക്കോട്ടെ, n - 1 ആയിക്കോട്ടെ, -n - 1 ആയിക്കോട്ടെ, എല്ലാ സ്റ്റെപ്പ് സിഗ്നലിൻ്റെയും മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ ഇൻറ്റു 1 യു ഓഫ് n - 1 1 ആണ് ഇൻറ്റു സെറ്റ് റേസ് ടു -1. ജനറൽ ഇക്വേഷൻ എന്താണെന്ന് അറിയാലോ? നോടി
മൈനസ് എ റേസ് ടു എൻ യു മൈനസ് എൻ. എന്താ ജനറൽ ഇക്വേഷൻ? സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ. എക്സ് ഓഫ് എൻ നമുക്ക് തന്നിട്ടുള്ള ഇതാണ്, അതെടുത്ത് എഴുതി. അതിൽ യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ ആയിക്കോട്ടെ, ഏതായാലും 1 ആണ്, അതെടുത്ത് എഴുതി ഇതെഴുതി. അപ്പോൾ നമ്മളിതിനെ ഒന്നുകൂടി മാറ്റി എഴുതാം. സമ്മേഷൻ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1. ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, അത് അവിടെ തന്നെ കിടന്നോട്ടെ. എ റേസ് ടു 1 ഇൻറ്റു സെഡ് റേസ് ടു, ഓക്കെ ഒരു മിനിറ്റ്, മൈനസ് എ റേസ് ടു എൻ സെഡ് റേസ് ടു മൈനസ് എൻ. നമ്മുടെ ജിയോമെട്രിക് പ്രോഗ്രഷൻ ഇക്വേഷൻ നമുക്കറിയാം. സമ്മേഷൻ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ആണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഇക്വേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 7 ആണ്. 2 ഇക്വേഷൻസാണ് പ്രോഗ്രഷൻ. ഒന്നുകിൽ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ റേസ് ടു എൻ ആയിരിക്കണം, അല്ലെങ്കിൽ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ റേസ് ടു എൻ. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് മാറ്റി എഴുതാൻ നമുക്കറിയാം. ഒന്നുകിൽ 1/1 മൈനസ് എ അല്ലെങ്കിൽ a/1 മൈനസ് എ. അപ്പോൾ ഇതിനെ നമ്മൾ ആ ഫോമിലേക്ക് മാറ്റണം. നമ്മൾ ഈ ലിമിറ്റിന് വാല്യൂ കൊടുക്കുന്നത് എവിടെയാണ്? എന്നിനാണ് നമ്മൾ വാല്യൂസ് കൊടുക്കുന്നത്. ഈ എന്നിൻ്റെ വാല്യൂസ് എവിടം തൊട്ട് എവിടം വരെയാണ്? മൈനസ് ഇൻഫിനിറ്റി, അങ്ങനെ -10 -3 അങ്ങനല്ലേ. നോക്കിയേ, നമ്മൾ ആ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി എല്ലാം നെഗറ്റീവ് നമ്പറാണ് അപ് ടു -1 വരെ അല്ലേ. അപ്പോൾ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സാണ് എന്നിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഞാൻ ഈ ലിമിറ്റിൽ എന്നിൻ്റെ നെഗറ്റീവ് വാല്യൂ മാറ്റുകയാണെങ്കിൽ അകത്തുള്ള എന്നിൻ്റെ നെഗറ്റീവ് പൊളാരിറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഇക്വേഷൻ ഒരു ചേഞ്ചും സംഭവിക്കില്ല. അതായത് എന്നിന് ഞാനിവിടെ മൈനസ് ഇൻഫിനിറ്റി ടു -1 എന്നുള്ളത് എല്ലാം പോസിറ്റീവ് വാല്യൂ ആണ് കൊടുക്കുന്നത്, പ്ലസ് ഇൻഫിനിറ്റി ടു +1. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള എന്നിൻ്റെ സൈനും മാറ്റണം. ലിമിറ്റിൽ എന്നിനാണുള്ള വാല്യൂ കൊടുക്കുന്നത്. എൻ എ റേസ് ടു എൻ എന്നുള്ളത് എ റേസ് ടു -n ആക്കണം, സെഡ് റേസ് ടു -n എന്നുള്ള സെഡ് റേസ് ടു n ആക്കണം. ഇപ്പോൾ ഇക്വേഷൻ ഒരു ചേഞ്ചും സംഭവിച്ചിട്ടില്ല. ഒരു മൈനസ് സൈൻ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇവിടെയുണ്ട്. ഇനി നമ്മളിതിനൊന്ന് മാറ്റി എഴുതാം. ഇപ്പോൾ സമ്മേഷൻ, ഇപ്പോൾ ഇൻഫിനിറ്റി ടു 1 ഒരിക്കലും പറയാറില്ല, ലോവർ വാല്യൂ ടു ഹയർ വാല്യൂ ആണ്. ഇപ്പോൾ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എന്നാണ് പറയാം, മൈനസ് എ റേസ് ടു -1 സെഡ് റേസ് ടു 1 ഹോൾ റേസ് ടു n എന്ന് എഴുതാമല്ലോ. ഇപ്പോൾ എഴുതിയിരിക്കുന്നത് എന്താണ്? സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി, ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട് ബ്രാക്കറ്റിനകത്ത്, എ റേസ് ടു -1 സെഡ് റേസ് ടു 1 ഹോൾ റേസ് ടു n, സെഡ് റേസ് ടു 1 സെഡ്. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇതിനെ നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. അപ്പോൾ കിട്ടിയേക്കുന്ന ഇക്വേഷൻ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി, ഒരു മൈനസ് സൈൻ അവിടെ തന്നെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചേക്കാം, എ റേസ് ടു -1 സെഡ് ഹോൾ റേസ് ടു n. ഇത് നമ്മുടെ ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ 1 ടു ഇൻഫിനിറ്റി രണ്ടാമത്തെ ഇക്വേഷൻ്റെ ഫോമാറ്റിലായി. ഇതിന് നമുക്ക് എന്തെഴുതാം? സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ റേസ് ടു n ആണെങ്കിൽ a/1 മൈനസ് എ എന്ന് എഴുതാം. കണ്ടീഷൻ മോഡ് a <1. ഇതാണ് കണ്ടീഷൻ. അത് വെച്ച് അതേ ഫോമിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. മൈനസ് n അവിടെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്നത് എ റേസ് ടു -1 സെറ്റ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എ റേസ് ടു -1 സെറ്റ്. കണ്ടീഷൻ എന്താണ്? മോഡ് എ റേസ് ടു -1 സെറ്റ് <1 അല്ലേ. ഇതാണ് നമ്മുടെ പ്രോഗ്രഷൻ പറയുന്ന കണ്ടീഷൻ. ഇതാണ് ഈ കണ്ടീഷനെയാണ് നമ്മൾ ROC എന്ന് വിളിക്കുക. ROC ലെഫ്റ്റ് സൈഡിൽ എഴുതിയേക്കുന്നതാണ് സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ. എ റേസ് ടു -1 എന്ന് പറഞ്ഞാൽ എന്താ? ബൈ എ, 1/a. അപ്പോൾ സെറ്റ് ബൈ എ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് സെറ്റ് ബൈ എ. റൈറ്റ് സൈഡിലെ ROC കണ്ടീഷനും കൂടെ നമുക്കൊന്ന് മാറ്റാം. സെറ്റ് ബൈ എ മോഡ് <1. സെറ്റ് ട്രാൻസ്ഫോം ഇക്വേഷൻ ഒന്നുകൂടി എഴുതാം. സെറ്റ് ബൈ എ, താഴത്തെ ടൈം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എ മൈനസ് സെറ്റ് ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ, ഒരു മൈനസ് സൈൻ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, അത് ഞാൻ വിട്ടുപോയി, ഇവിടെ ഇട്ടേക്കാം. അപ്പോൾ ഈ താഴെയുള്ള കണ്ടീഷൻ്റെ എയുടെ വാല്യൂവിനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുവന്ന്, ഇപ്പോൾ സെഡ് <a നമ്മുടെ ROC കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും താഴെ എ ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് സെഡ് ഡിവൈഡഡ് ബൈ എ മൈനസ് സെഡ്. കണ്ടീഷൻ സെഡ് <a. നോക്കുക,
താഴെ ഡിനോമിനേറ്ററിലെ എ മൈനസ് സെഡിനെ സെഡ് മൈനസ് എ എന്ന് എഴുതുമ്പോൾ എന്ത് ചെയ്യും? ഒരു നെഗറ്റീവ് സൈൻ പുറത്തേക്ക് എടുക്കാം അല്ലേ? അപ്പോൾ ഞാനിങ്ങനെ എഴുതാലോ, ഈ ടേമിനെ ഞാനൊന്ന് ഇങ്ങനെ മാറ്റി എഴുതാം. സെഡ് മൈനസ് സെഡ് ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്? എ മൈനസ് സെഡ്. അതിന് നമുക്ക് മൈനസ് ഓഫ് സെഡ് മൈനസ് എന്ന് എഴുതുന്നുണ്ട്. ശരിയല്ലേ? നോക്കിയേ, എ മൈനസ് സെഡിനെ മൈനസ് ഓഫ് സെഡ് മൈനസ് എന്ന് എഴുതാലോ. അപ്പോൾ ഈ മുകളിലത്തെ മൈനസും താഴത്തെ മൈനസും പോവും. അപ്പോൾ ഈക്വേഷൻ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടി. സെഡ് ട്രാൻസ്ഫോമിൻ്റെ ആൻസർ സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ, ROC സെഡ് ലെസ് ദാൻ എ. തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ എ റേസ് ടു എൻ യു ഓഫ് എന്നിൻ്റെയും സെഡ് ട്രാൻസ്ഫോം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ, പക്ഷേ ROC സെഡ് ഗ്രേറ്റർ ദാൻ എ എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിലെ എ റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് മൈനസ് എ റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് മൈനസ് വണ്ണിൻ്റെ സെഡ് ട്രാൻസ്ഫോം കിട്ടിയിരിക്കുന്നത് എന്താണ്? സെഡ് ബൈ സെഡ് മൈനസ് എ. പക്ഷേ ROC എന്താണ്? സെഡ് ലെസ് ദാൻ എ ആണ്. അപ്പോൾ രണ്ടിൻ്റെയും സെഡ് ട്രാൻസ്ഫോം സെയിം ആണ്, ROC ഡിഫറെൻ്റ് ആണ്. ഒരെണ്ണത്തിൽ ഗ്രേറ്റർ ദാൻ എ, ഒരെണ്ണത്തിൽ ലെസ് ദാൻ എ. അപ്പോൾ ഇതിനെ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കത് പറയാം. ഇതാണ് അടുത്ത പ്രോപ്പർട്ടി ഞാൻ പറയാൻ പോകുന്നത്. എ റേസ് ടു എൻ യു ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നൽ ഇൻറ്റു യു ഓഫ് എൻ റൈറ്റ് സൈഡഡ് സീക്വൻസ്. റൈറ്റ് സൈഡഡ് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ആണ്. യു ഓഫ് എൻ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. അതിൻ്റെ ROC എന്താണ്? ഒരു എ സെഡ് ഗ്രേറ്റർ ദാൻ എ. ആ സർക്കിൾ വരക്കുക, എ റേഡിയസിൽ, അതിൽ നിന്നും പുറത്തേക്ക്. റൈറ്റ് സൈഡഡ് ഇൻഫിനിറ്റ് ആണെങ്കിൽ പുറത്തോട്ട്. ഇനി യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ എന്ന് പറയുന്ന സിഗ്നൽ നമ്മൾ പറഞ്ഞു മൈനസ് വണ്ണിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൈനസ് ഇൻഫിനിറ്റി വരെ. അപ്പോൾ അതിൻ്റെ ROC എന്താ കിട്ടിയത്? ഒരു എ റേഡിയസുള്ള സർക്കിൾ വരക്കുക, പുറത്തോട്ടേക്കല്ല അകത്തോട്ടേക്ക്. ലെഫ്റ്റ് സൈഡഡ് സീക്വൻസിൻ്റെ ROC അകത്തോട്ടേക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ രണ്ട് ഇക്വേഷൻ്റെയും സെഡ് ട്രാൻസ്ഫോം സെയിം ആണ്, പക്ഷേ ROC റൈറ്റ് സൈഡിൽ പുറത്തോട്ടേക്കും ലെഫ്റ്റ് സൈഡിൽ അകത്തോട്ടേക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ROC ഇവിടെ ഫിഗറായിട്ട് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഇതിൻ്റെ കേസിൽ ROC നമുക്ക് വരച്ച് വെക്കുകയാണെങ്കിൽ എ റേഡിയസിലൊരു സർക്കിൾ വരയ്ക്കുക. ആ എ റേഡിയസുള്ള സർക്കിളിന് അകത്തേക്കാണ് ROC, പുറത്തോട്ടല്ല. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണല്ലോ. ഇനി നമ്മൾ പറയാനുള്ളത് എ റേസ് ടു മോഡ് എൻ. ഇത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ എ റേസ് ടു മോഡ് എൻ ആണ്. ഇതിൻ്റെ മീനിങ് എന്താ? എൻ എന്ന് പറയുന്ന വാല്യൂ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ പ്ലസ്സും ആവാം മൈനസും ആവാം. അപ്പോൾ നമുക്കിതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ, എ റേസ് ടു പ്ലസ് എൻ എന്ന് എഴുതാം. അത് വേണമെങ്കിൽ എ റേസ് ടു മൈനസ് എന്നും ആവാം. ഇപ്പോൾ രണ്ട് രീതിയിലും ഇതിനെ എഴുതാം. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന് പോസിറ്റീവ് ആവാം, എന്നിന് നെഗറ്റീവും ആവാം. എന്ന് പോസിറ്റീവ് ആവുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? റൈറ്റ് സൈഡഡ് ആണ്. എ റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് എൻ എന്ന് എഴുതാമല്ലോ. യു ഓഫ് എൻ്റെ വാല്യൂ 1 ആണ്, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ. എന്നിന് നെഗറ്റീവ് ആകുമ്പം അതിൻ്റെ മീനിങ് എന്താ? ഇൻറ്റു യു ഓഫ് മൈനസ് എൻ എന്ന് എഴുതാമല്ലോ. ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ്, ലെഫ്റ്റ് സൈഡിലാണ് എന്നിന് നെഗറ്റീവ് വരിക. അപ്പോൾ നമുക്ക് എ റേസ് ടു മോഡ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു പ്ലസ് എന്നും വരാം, എ റേസ് ടു മൈനസ് എന്നും വരാം അല്ലേ? എ റേസ് ടു പ്ലസ് എൻ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താ? എന്ന് പോസിറ്റീവാണ്. എന്ന് പോസിറ്റീവ് ആവുക എന്ന് പറയുമ്പം എന്താണ്? അതൊരു റൈറ്റ് സൈഡഡ് സീക്വൻസ്. 0, 1, 2, 3 എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ഇൻറ്റു യു ഓഫ് എൻ എഴുതുന്നതിന് ഈക്വലാണ്. യു ഓഫ് എൻ്റെ വാല്യൂ 1 ആണ്, അതുകൊണ്ട് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക റൈറ്റ് സൈഡിൽ മാത്രം. എന്ന് നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? യു ഓഫ് മൈനസ് എൻ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് പാർട്ട് ഇതാണ്, സെക്കൻഡ് പാർട്ട് ഇതാണ്. അപ്പോൾ എ മോഡ് എന്നിനെ നമുക്കിങ്ങനെ 2 പാർട്ടാക്കി മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈസി ആയിട്ട് എഴുതാം. എന്താണ് ഫസ്റ്റ് പാർട്ട്? എ റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് എൻ. അതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ. ROC എന്താണ്? സെഡ് ഗ്രേറ്റർ ദാൻ എ. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, വീണ്ടും അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. രണ്ടാമത്തേതിൻ്റെ എന്താണ്? നമുക്ക് അത് വേണമെന്ന് ചെയ്ത് നോക്കാം. എ റേസ് ടു മൈനസ് എൻ യു ഓഫ് മൈനസ് എൻ. ഇക്വേഷൻ എന്താണ്? സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനല്ലേ? ഈ രണ്ടാമത്തേൻ്റെ മാത്രം ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പാർട്ട് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ
സമ്മേഷൻ എൻ ഈക്വൽ ടു ലിമിറ്റ് എവിടെയാണ് യു ഓഫ് മൈനസ് എൻ. അപ്പോൾ എന്ത് വരും മൈനസ് ഇൻഫിനിറ്റി ടു 0 വരെ എ റേസ് ടു മൈനസ് എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ. എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു 0. നമ്മൾ ഈ മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നിൻ്റെ മുഴുവൻ വാല്യൂസും നെഗറ്റീവ് സൈഡാണ്. മൈനസ് ഇൻഫിനിറ്റി, -9, -10, -7 അല്ലേ, അങ്ങനെ 0 വരെ വരുന്നത് ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ എന്നിന് മുഴുവൻ നെഗറ്റീവാണ്. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രോഗ്രഷൻ ഇക്വേഷനേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഞാൻ എന്നിൻ്റെ വാല്യൂസിനൊക്കെ പോസിറ്റീവ് ആക്കുകയാണെങ്കിൽ, ലിമിറ്റിൽ എന്നിന് പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇക്വേഷനകത്തുള്ള എന്നിൻ്റെ സൈനും ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ആക്കുന്നു n ഈക്വൽ ടു ഇൻഫിനിറ്റി ടു 0 എ റേസ് ടു മൈനസ് എൻ എന്നുള്ള പ്ലസ് എൻ ആക്കുക, സെഡ് റേസ് ടു മൈനസ് എൻ എന്നുള്ളതും പ്ലസ് എൻ ആക്കുക. അപ്പോൾ എന്ത് കിട്ടി, സമ്മേഷൻ n ഈക്വൽ ടു ഇൻഫിനിറ്റി ടു 0 എന്ന് പറയാറില്ല, 0 ടു ഇൻഫിനിറ്റി എ ഇസെഡ് ഹോൾ റേസ് ടു n. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, 1/1 മൈനസ് എ ഇസെഡ് എന്ന് എഴുതാം, സെഡ് ട്രാൻസ്ഫോം. അതിൻ്റെ ROC എന്താണ്, എ ഇസെഡ് ലെസ് ദാൻ 1. ഈ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് മാത്രം ഞാനൊരു പുതിയ സ്ലൈഡിലേക്ക് എഴുതാം. എന്താ കിട്ടിയിരിക്കുന്നത്, 1/1 മൈനസ് എ ഇസെഡ് ROC മോഡ് എ ഇസെഡ് ലെസ് ദാൻ 1. സെഡ് ഇവിടെ തന്നെ വെക്കുക, എന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ സെഡ് ലെസ് ദാൻ 1/a. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അറിയാം, സെഡ് ബൈ സെഡ് മൈനസ് എ ആണ് ഫസ്റ്റ് പാർട്ടിൻ്റെ. പ്ലസ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താണ്, 1/1 മൈനസ് എ സെഡ് ആണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ ROC എന്താണ്, ഫസ്റ്റ് പാർട്ടിൻ്റെ ROC സെഡ് ഗ്രേറ്റർ ദാൻ എ. രണ്ടാമത്തെ പാർട്ടിൻ്റെ ROC എന്താണ്, സെഡ് ലെസ് ദാൻ 1/a. അപ്പോൾ ഇത്രയും എഴുതി വെച്ചാൽ തന്നെ നമുക്കിത് ക്ലിയറാണ്. അപ്പോൾ ഇതാണ് മോഡ് എ റേസ്റ്റ് മോഡ് എന്നിൻ്റെ ആൻസർ. അപ്പോൾ ഒന്ന് നോക്കിയേക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുകയാണെങ്കിൽ എ റേസ് ടു എൻ യു ഓഫ് n മൈനസ് 1. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് അടുത്ത പാർട്ടിലേക്ക് വേഗം പോകണം. അപ്പോൾ എ റേസ് ടു എൻ യു ഓഫ് മൈനസ് എൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ സ്റ്റെപ്സ് മാത്രം ഞാൻ ഒന്ന് പെട്ടെന്ന് പറയാണ്. സമ്മേഷൻ n ഈക്വൽ ടു എന്തായിരിക്കും ലിമിറ്റ്, യു ഓഫ് മൈനസ് എൻ മൈനസ് ഇൻഫിനിറ്റി ടു 0 എ റേസ് ടു എൻ സെഡ് റേസ് ടു മൈനസ് എൻ. ബാക്കി അങ്ങനെ ചെയ്ത് നോക്കാമല്ലോ. ഇതൊന്ന് ചെയ്ത് നോക്കിയേക്കാം. കാരണം ഇതേ ടൈപ്പ് നമ്മൾ കുറേ എണ്ണം ചെയ്തു. ഒറ്റ റൂള് മാത്രമേ ഉള്ളൂ, നമ്മൾ ഇതിനെ പ്രോഗ്രഷൻ്റെ ഇക്വേഷൻ്റെ ബേസിലേക്ക് എത്തിക്കുക. സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ റേസ് ടു n ആണെങ്കിൽ 1/1 മൈനസ് എ. സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ റേസ് ടു n ആണെങ്കിൽ a/1 മൈനസ് എ. ഈ ഫോമിലേക്ക് ഇതിനെ എത്തിക്കുക. അപ്പോൾ ചില കേസിൽ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്ന് കിട്ടും. മൈനസ് ഇൻഫിനിറ്റി തൊട്ടിട്ട് ഇങ്ങനെ 10 - 10 - 9 - 6 അങ്ങനെ 0 വരെ എല്ലാം നെഗറ്റീവാണ്. അപ്പോൾ എന്നിന് മുഴുവൻ വാല്യൂസും നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ നമ്മൾ ആ സമ്മേഷൻ്റെ ലിമിറ്റിൽ ആ എല്ലാ നെഗറ്റീവിനെയും പ്ലസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനകത്തുള്ള n പ്ലസ് n എന്നുള്ളത് നേരെ തിരിച്ച് -n ആക്കണം. -n ആണെങ്കിൽ പ്ലസ് ആക്കണം. അപ്പോൾ ലിമിറ്റിൽ എന്നിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പം ഇക്വേഷനകത്തുള്ള എന്നിൻ്റെ സൈനും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷന് ഒരു ഡിഫറൻസും ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ആ മെത്തേഡ്. അപ്പോൾ ഇതിനു മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ അതേ റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് ഞാനിതിലേക്ക് പോകുന്നില്ല. അപ്പോൾ എ റേസ് ടു n ഇൻറ്റു യു ഓഫ് മൈനസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സാധനം നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ a/a മൈനസ് എഡ് എന്ന് കിട്ടും, സെഡ് ലെസ് ദാൻ എ എന്നും കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് അത്യാവശ്യം വേണ്ടതിലേക്ക് മാത്രം പോവാം. ഇതേ ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത്. ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ ടൈപ്പ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. നമുക്ക് സൈൻ ω0 ചോദിക്കാറുണ്ട്, കോസ് ω0 ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. കോസ് ω0n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ ടേം വെച്ചിട്ട് e റേസ് ടു j ω0n പ്ലസ് e റേസ് ടു മൈനസ് j ω0n/2. അതുപോലെ തന്നെ സൈൻ ω0n ഈക്വൽ ടു
ഇ റേസ് ടു ജെ ഒമേഗ 0 എൻ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 എൻ ഡിവൈഡഡ് ബൈ 2j. ഈ രണ്ട് ഇക്വേഷനും അറിയുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. കുറച്ചധികം ചെയ്യാനുണ്ട് എന്ന് മാത്രം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ? എക്സ് ഓഫ് എൻ ഇതാണ് സൈൻ ഒമേഗ 0 എൻ ഇൻറ്റു യു ഓഫ് എൻ. അപ്പോൾ ഞാനതിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതാം. എക്സ് ഓഫ് സെഡ് ഇക്വേഷൻ സമ്മേഷൻ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ. ഇവിടെ നമ്മൾ ഇൻറ്റു യു ഓഫ് എൻ ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ ലിമിറ്റ് നമ്മൾ എവിടം തൊട്ട് എവിടം വരെ എടുത്താൽ മതി? 0 ടു ഇൻഫിനിറ്റി. എക്സ് ഓഫ് എൻ എന്താണ്? സൈൻ ഒമേഗ 0 എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ ആണ് ഇക്വേഷൻ. പിന്നെ ഇതിന് ഒന്നുകൂടി ഞാൻ മാറ്റി എഴുതാണ്. സമ്മേഷൻ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ 0ൻ്റെ ഇക്വേഷൻ തൊട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇ റേസ് ടു ജെ ഒമേഗ 0 എൻ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 എൻ ഡിവൈഡഡ് ബൈ 2j ബ്രാക്കറ്റിനകത്ത് ഇതാണ് സൈൻ ഒമേഗ ടി ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ ആണല്ലോ. ഞാനിതിനെ ഒന്നുകൂടി ഇക്വേഷൻ മാറ്റി എഴുതാണ്. സമ്മേഷൻ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1/2j ഞാൻ വെളിയിലേക്ക് എടുത്തു വെക്കുക, അതൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ. ഇ റേസ് ടു ജെ ഒമേഗ 0 എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ. ബ്രാക്കറ്റിന് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്റർ പാർട്ട് 2j ഞാൻ വെളിയിലേക്ക് എടുത്തു വെച്ചു. ഈക്വൽ ടു 1/2j ഇൻറ്റു സമ്മേഷൻ ബ്രാക്കറ്റിനകത്ത് എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു ജെ ഒമേഗ 0 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 1 ഹോൾ റേസ് ടു എൻ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 1 ഹോൾ റേസ് ടു എൻ. ഇങ്ങനെ എഴുതാലോ. ഈ സമ്മേഷൻ ഞാൻ രണ്ട് പാർട്ടായിട്ട് എഴുതുവാണ്. 1/2j ഓരോ പാർട്ടിനും സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. സമ്മേഷൻ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു ജെ ഒമേഗ 0 സെഡ് റേസ് ടു മൈനസ് 1 ഹോൾ റേസ് ടു എൻ മൈനസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 എൻ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 1 ഹോൾ റേസ് ടു എൻ. ഇങ്ങനെ എഴുതാലോ. ഓക്കെ. അപ്പോൾ നമ്മളിതിനെ ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ഇപ്പോൾ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന രണ്ട് ടേമും നമ്മുടെ പ്രോഗ്രഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് എടുത്തെഴുതാം. 1 ഈക്വൽ ടു എക്സ് ഓഫ് സെഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 1/2j ഇൻറ്റു എന്താണ് സ്റ്റാൻഡേർഡ് പ്രോഗ്രഷൻ? 0 ടു ഇൻഫിനിറ്റി എ റേസ് ടു എൻ. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? 1/1 മൈനസ് എ 1/1 മൈനസ് ഇ റേസ് ടു ജെ ഒമേഗ 0 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 1 പ്ലസ് അടുത്ത ടേം എന്താണ്? 1/1 മൈനസ് 0 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 1. ഓക്കെയല്ലോ. ഈ രണ്ട് കേസിലും ഉള്ള ROC എന്താണ് എന്ന് നമുക്കിപ്പോൾ തന്നെ ഒന്ന് എഴുതി നോക്കാം. എന്തായിരുന്നു ഇങ്ങനെ എഴുതുമ്പോഴുള്ള കണ്ടീഷൻ? ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം ഇ റേസ് ടു ജെ ഒമേഗ 0 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 1 അതിൻ്റെ മോഡ് ലെസ് ദാൻ 1. അടുത്തത് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 1 അതിൻ്റെ മോഡ് ലെസ് ദാൻ 1 ആണല്ലോ. ഇ റേസ് ടു ജെ ഒമേഗ 0 ഇ റേസ് ടു ജെ എന്ത് വാല്യൂ ആയിക്കോട്ടെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1 ആണ്. ഇ റേസ് ടു ജെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റയാണ്. അപ്പോൾ മോഡ് ഓഫ് ഇ റേസ് ടു ജെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് ഓഫ് കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റയാണ്. മോഡ് ഓഫ് കോസ് തീറ്റ റിയൽ പാർട്ട്, ജെ സൈൻ തീറ്റ ഇമാജിനറി പാർട്ട്. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ മോഡ് ഓഫ് ഇ റേസ് ടു ജെ എന്ത് സംഭവം വന്നാലും എന്താണ്? 1 ആണ്. ദെർഫോർ മോഡ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ 0 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 1 എന്ന് എന്താ എഴുതാം? 1 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 1ൻ്റെ മോഡിന് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് 1/z ലെസ് ദാൻ 1 ആണ്.
ദാറ്റ് ഈസ് സെഡ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഈ കേസും അത് തന്നെയാണ് വരിക. മോഡ് എന്തായിക്കോട്ടെ, മൈനസ് ആയിക്കോട്ടെ പ്ലസ് ആയിക്കോട്ടെ വന്നു കഴിഞ്ഞാലും സെഡ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ നമ്മൾ ROC എന്ന് പറയുന്നത് ഈ രണ്ട് പാർട്ടിൻ്റെയും ROC സെഡ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇനി സെറ്റ് ട്രാൻസ്ഫോം നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ROC നിങ്ങൾ കണ്ടുവച്ചു അല്ലേ? അപ്പം ഇതാണ് ROC. ROC എന്താ കിട്ടിയ? സെഡ് ഗ്രേറ്റർ ദാൻ 1. ഇനി നമ്മൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഒന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 1/2j ഇൻറ്റു എന്താണ് അതിന് ബ്രാക്കറ്റിനകത്ത് വന്ന് 1/1 മൈനസ് ഇ റേസ് ടു ജെ ഒമേഗ 0 1/1 മൈനസ് ഇ റേസ് ടു ജെ ഒമേഗ 0 ഇൻറ്റു സെഡ് റേസ് ടു -1. പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ് ആണ്. ഞാനിവിടെ എഴുതിയപ്പോൾ പ്ലസ് ആക്കി എഴുതിയിട്ടുണ്ട്, തെറ്റിപ്പോയതാണ്. ഓക്കെ, മൈനസ് 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 ഇൻറ്റു സെഡ് റേസ് ടു -1. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കിതിനൊന്ന് 1/2j അവിടെ തന്നെ കിടന്നോട്ടെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 1 മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 ഇൻറ്റു സെഡ് റേസ് ടു -1 മൈനസ് ഓഫ് 1 മൈനസ് ഇ റേസ് ടു ജെ ഒമേഗ 0 ഇൻറ്റു സെഡ് റേസ് ടു -1 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ റേസ് ടു ജെ ഒമേഗ 0 ഇൻറ്റു സെഡ് റേസ് ടു -1 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 ഇൻറ്റു സെഡ് റേസ് ടു -1. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ 1 - 1 0 ആവും. പിന്നെന്താണ്, ഒരു സെഡ് റേസ് ടു -1 ഉണ്ട്. അപ്പോൾ 1/2j ഇൻറ്റു ഇവിടെയും സെഡ് റേസ് ടു -1 ഉണ്ട് അല്ലേ? അപ്പോൾ സെഡ് റേസ് ടു -1 ഇൻറ്റു ഈ മൈനസ് മൈനസ് രണ്ടാമത്തെ ടേമിൽ പ്ലസ് ആവുന്നുണ്ട്. അപ്പോൾ ഇ റേസ് ടു ജെ ഒമേഗ 0 മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0. അതാണ് ന്യൂമറേറ്റർ പാർട്ട്. ഡിനോമിനേറ്റർ പാർട്ട് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. 1 × 1 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 സെഡ് റേസ് ടു -1. ഇനി അടുത്ത മൈനസ് ഇ റേസ് ടു ജെ ഒമേഗ 0 കൊണ്ട് 1 മൾട്ടിയും മൈനസ് ഇ റേസ് ടു ജെ ഒമേഗ 0 ഇൻറ്റു സെഡ് റേസ് ടു -1. മൈനസ് മൈനസ് പ്ലസ് ആവും, പ്ലസ് ഇ റേസ് ടു ജെ ഒമേഗ 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 ഇ റേസ് ടു എം ഇൻറ്റു ഇ റേസ് ടു. അപ്പോൾ പ്ലസ് ജെ ഒമേഗ 0 മൈനസ് ജെ ഒമേഗ 0 ആകുമ്പോൾ 0 ആവും. ഇ റേസ് 0 1 ആവും. സെഡ് റേസ് ടു -1 ഇൻറ്റു സെഡ് റേസ് ടു -1 സെഡ് റേസ് ടു -2. ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ബ്രാക്കറ്റ് രണ്ടും കൂടി ഓപ്പൺ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ കിട്ടുന്ന ആൻസറാണ് ഇത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതുവാണെങ്കിൽ എന്ത് കിട്ടും നോക്കാം. 1/2j ഇൻറ്റു സെഡ് റേസ് ടു -1 ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ 0 മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് സെഡ് റേസ് ടു -1 ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ 0 പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 അല്ലേ? താഴത്തെ ടേം ഒന്ന് കോമൺ ആയിട്ട് എടുക്കുകയാണ്, പ്ലസ് സെഡ് റേസ് ടു -2. ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ അതേ അടുത്ത സ്റ്റെപ്പ് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം തൊട്ട് മുന്നേ എഴുതി വെച്ചതാണ്. കോസ് ഒമേഗ 0നെ നമുക്ക് എന്തെഴുതാം? ഇ റേസ് ടു ജെ ഒമേഗ 0 പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0/2 എന്നെഴുതാം. ഈ 2 ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ എങ്ങനെ എഴുതാം? 2 ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് എഴുതാം. അപ്പോൾ ഇ റേസ് ടു ജെ ഒമേഗ 0 പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0നെ 2 ഒമേഗ 0 എന്ന് എഴുതാം. ഓക്കെ, അവിടെ കിടക്കട്ടെ. അതുപോലെ സൈൻ ഒമേഗ 0ൻ്റെ നമുക്ക് ഇക്വേഷൻ അറിയാം. ഇ റേസ് ടു ജെ ഒമേഗ 0 മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 ഡിവൈഡഡ് ബൈ 2j ആണ്. താഴത്തെ 2jനെ ഞാൻ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ എങ്ങനെ എഴുതാം?
2j sin ഒമേഗ 0 ഈക്വൽ ടു എന്ത് എഴുതാം? e⁻j ഒമേഗ 0 മൈനസ് e⁻j ഒമേഗ 0 എന്നെഴുതാലോ. തൊട്ട് മുകളിലെ ഇക്വേഷനകത്തേക്ക് ഈ വാല്യൂ അങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/2j ഇൻറ്റു z⁻1 ഇൻറ്റു എന്തെഴുതാമെന്നാണ് പറഞ്ഞേക്കുന്നത്? 2j sin ഒമേഗ 0 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് z⁻1 എന്തെഴുതാം? 2 cos ഒമേഗ 0 പ്ലസ് z⁻2 ഇത്ര എഴുതാലോ. 2j കട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതൊന്ന് നോക്കി ചെയ്ത് പഠിക്കുക. അപ്പോൾ ആൻസർ എന്താണ് കിട്ടിയിരിക്കുന്നത്? എക്സ് ഓഫ് സെഡ് എന്ന് പറയുന്നത് z⁻1 സൈൻ ഒമേഗ 0 ഡിവൈഡഡ് ബൈ 1 മൈനസ് z⁻1 1 മൈനസ് 2 z⁻1 cos ഒമേഗ 0 പ്ലസ് z⁻2 ഇതാണ് നമ്മുടെ എക്സ് ഓഫ് സെഡിൻ്റെ വാല്യൂ. കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. പക്ഷേ ഒരു തവണയോ ഞാൻ ഒന്നോ രണ്ടോ തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സൈൻ ഒമേഗ 0 ചോദിക്കാം, കോസ് ഒമേഗ 0 ചോദിക്കാം. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ സമയം അതിനുവേണ്ടി പോയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വലിയ പ്രോബ്ലംസിലോട്ട് പോവാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞ് ഓക്കെ, അടുത്തത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് റിസൾട്ട് നമ്മളിപ്പം തൊട്ട് മുന്നേ ചെയ്ത റിസൾട്ടുകൾ ഒന്ന് നമ്മൾ ഓർത്ത് വെച്ചേക്കാം. അതിനുശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് എടുത്ത് അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച് ഫസ്റ്റ് നമ്മൾ ഫൈനൈറ്റ് കോസൽ, ഫൈനൈറ്റ് ആൻറ്റി കോസൽ, ഫൈനൈറ്റ് ടു സൈഡർ. അതിനുശേഷം ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ കോസൽ, ദാറ്റ് ഈസ് a⁻n u of n. അതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരുന്നു. എന്താണ് കിട്ടിയത്? z ഡിവൈഡഡ് ബൈ z-a ആണ്. ROC എന്താണ് കിട്ടിയത്? മോഡ് z ഗ്രേറ്റർ ദാൻ a. ഇതാണ് കിട്ടിയത്. അതുപോലെ തന്നെ -a⁻n u of -n-1 നമ്മൾ ചെയ്തു. അപ്പോഴും സെറ്റ് ട്രാൻസ്ഫോം കിട്ടിയത് z/z-a തന്നെയായിരുന്നു. പക്ഷേ ROC z ലെസ് ദാൻ a ആണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ് നമുക്ക് കിട്ടിയില്ലേ അല്ലേ? വേറെ കുറേ എണ്ണം ഉണ്ട്. നമ്മൾ ഇത് ചെയ്യാൻ ഈ ഒരു സംഭവം മതി. അപ്പോൾ നോക്കാം, a⁻n u of n ആണെങ്കിലും -a⁻n u of n-1 ആണെങ്കിലും z/z-a തന്നെയാണ് സെറ്റ് ട്രാൻസ്ഫോം. a⁻n u of n ഇൻറ്റു u of n റൈറ്റ് സൈഡഡ് സീക്വൻസ്, ആ കേസിൽ z ഗ്രേറ്റർ ദാൻ a. a എന്ന് പറയുന്ന റേഡിയസിന് പുറത്തേക്കാണ്. z എന്ന് പറയുന്നത് റേഡിയസ് r ആണ് ഉദ്ദേശിക്കുന്നത്, അതിന് പുറത്തേക്കാണ്. z ഗ്രേറ്റർ ദാൻ ആണ് ROC. u of -n-1 എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് ആണ്. അപ്പോൾ ROC z r എന്ന് പറയുന്ന റേഡിയസിന് അകത്തേക്കാണ്. z ലെസ് ദാൻ a ആണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കും. ഇനി ഈക്വേഷൻ നിങ്ങൾക്ക് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം, ലിമിറ്റ് വെച്ചിട്ട് ചെയ്തിട്ട്. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ടും ഈക്വേഷൻ്റെ ആൻസർ നമുക്ക് എടുത്തെഴുതാം. എന്താണ് നോക്കിയേ, 3 ഇൻറ്റു a⁻n u of n അതേ ഫോമിലാണ്. എയുടെ സ്ഥാനത്ത് ഇവിടെ 5/7 അല്ല, 3 ഇൻറ്റു a⁻n u of n ആ ഫോമിലാണ്. രണ്ടാമത്തെ പാട്ട് നോക്കിയേ, 2 ഇൻറ്റു a⁻n u of n. ഇത് രണ്ടും നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എടുത്തെഴുതാം. 3 ഇൻറ്റു a⁻n u of n ഫോമിലാണ്. a⁻n u of n-ൻ്റെ സെറ്റ് ട്രാൻസ്ഫോം എന്താണ്? എക്സ് ഓഫ് സെറ്റ്. നമ്മൾ ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുത്തെഴുതാം. a⁻n u of n-ൻ്റെ സെറ്റ് ട്രാൻസ്ഫോം z ഡിവൈഡഡ് ബൈ z-a ആണ്. a എന്ന് പറയുന്നത് ഇവിടെ 5/7 ആണ്. ഓക്കെ, സെറ്റ് ട്രാൻസ്ഫോം ഡയറക്റ്റ് നമുക്ക് എടുത്തെഴുതി. രണ്ടാമത്തേത് ടേം നോക്കുക, 2 ഇൻറ്റു a⁻n u of n ഫോമിൽ തന്നെയാണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ? -1/3. അപ്പോൾ 2 ഇൻറ്റു z/z -1/3 -1/3 z + 1/3. അപ്പോൾ ഇതാണ് സെറ്റ് ട്രാൻസ്ഫോം. സെറ്റ് ട്രാൻസ്ഫോം ഒറ്റയടിക്ക് നമുക്ക് എടുത്ത് എഴുതി വെക്കാം.
ഇതൊരു 7 മാർക്കിനോ 8 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യണം. ഇക്വേഷൻ നമുക്ക് എഴുതാൻ അറിയാലോ. ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരെണ്ണം നമ്മൾ പറയുകയാണെങ്കിൽ സമ്മേഷൻ n ഈക്വൽ ടു ലിമിറ്റ് എവിടം വരെയാണ് u(n) ആയതുകൊണ്ട് തന്നെ 0 to ∞. എയുടെ വാല്യൂ എന്താണ്? 3 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, അവിടെ കിടക്കട്ടെ. എയുടെ വാല്യൂ എന്താണ്? 5/7 ഹോൾ റേസ് ടു n u(n) അല്ലേ. u(n) എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതുകൊണ്ട് അത് നമ്മൾ വീണ്ടും കാണിക്കേണ്ട. പോട്ടെ. 5/7 ഹോൾ റേസ് ടു n ഇൻറ്റു z റേസ് ടു -. ഇതാണല്ലോ ഇക്വേഷൻ. ഇതിനെ നമുക്ക് മാറ്റി എഴുതാലോ. 3 ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ ടു 0 to ∞, 5/7 ഇൻറ്റു z റേസ് ടു -1 ഹോൾ റേസ് ടു n എഴുതാലോ. ഇത് നമ്മുടെ ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ ഇക്വേഷൻ ആയല്ലോ. 3 ഇൻറ്റു എന്താണ് 0 to ∞ വരുമ്പോൾ 1/1 മൈനസ് 5/7 z റേസ് ടു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഇൻറ്റു 1/z. ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ നിങ്ങൾ എഴുതി നോക്കൂ, നമ്മുടെ ഈ ഇക്വേഷൻ തന്നെ കിട്ടും. അപ്പോൾ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ജനറൽ ഇക്വേഷൻ നമ്മൾ ചെയ്ത് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇക്വേഷൻ എടുത്തെഴുതാൻ വേണ്ടി പറ്റും. ഇപ്പോൾ a(n) ഇൻറ്റു u(n) ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് ഇതും ചെയ്യാം. അല്ലെങ്കിൽ a(n) ചെയ്തതിന് ശേഷം എക്ക് പകരം 5/7 ആണ്, സോ ആൻസർ ഈസ് ദിസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചാലും മതി. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്? 3z ഡിവൈഡ് ബൈ z മൈനസ് 5/7 പ്ലസ് 2z ഡിവൈഡ് ബൈ z പ്ലസ് 1/3. ഓക്കെ. അപ്പോൾ നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യനിൽ ROC കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? അതാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ പാർട്ട് എന്തായിരുന്നു? ആദ്യത്തെ പാർട്ടിൽ നിന്നും നമ്മൾ എഴുതുമ്പോൾ എന്ത് പറയാം? ഇത് u(n) സീക്വൻസ് ആണ്. രണ്ടാമത്തേതും u(n) സീക്വൻസ് ആണ്. u(n) എന്ന് പറയുന്ന റൈറ്റ് സൈഡഡ് സീക്വൻസ് ആയതുകൊണ്ട് തന്നെ ROC എങ്ങനെയായിരിക്കും? സെറ്റ് ഗ്രേറ്റർ ദാൻ a ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ROC എന്തായിരിക്കും? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 5/7 a. 5/7 ആണ് a. രണ്ടാമത്തെ പാർട്ടിൻ്റെ ROC എന്തായിരിക്കും? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ -1/3 അല്ലേ. മോഡ് സെറ്റ് ആണ്, മാഗ്നിറ്റ്യൂഡാണ് എടുക്കുന്നത്. അപ്പോൾ മൈനസോ പ്ലസോ ഒന്നും നോക്കണ്ട, 1/3. സെറ്റ് മോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. റേഡിയസിന് മാഗ്നിറ്റ്യൂഡ് മൈനസോ പ്ലസോ ഒന്നുമില്ല. റേഡിയസ് എന്ന് പറയുന്നത് മോഡ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് സെറ്റ് ഗ്രേറ്റർ ദാൻ 5/7 കിട്ടി, സെറ്റ് ഗ്രേറ്റർ ദാൻ 1/3 കിട്ടി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരുമിച്ച് അല്ലേ, രണ്ട് സിഗ്നൽ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ROCയുടെയും ഒന്നിലധികം സിഗ്നൽ മിക്സറായി വരുമ്പോൾ ROC എന്ന് പറയുന്നത് രണ്ടിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന ROC ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഫസ്റ്റ് കേസ് നമ്മൾ മോഡ് സെറ്റ് എന്ന് പറയുന്ന റേഡിയസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മോഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് r(j)⍵, ദാറ്റ് ഈസ് മോഡ് r റേഡിയസ്. അപ്പോൾ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 5/7 എന്ന് പറയുന്നത് 5/7 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ. ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? 5/7. 5/7ൻ്റെ വാല്യൂ ഏതാണ്ട് 0.7 ആണ്. ഓക്കെ, നോക്കി വെക്കാം. 5/7. രണ്ടാമത്തെ സർക്കിൾ എന്താണ്? അതേ ആക്സിസിനകത്ത് തന്നെ 1/3. 1/3 എന്ന് പറയുന്നത് 0.7 ആണ് അപ്രോക്സിമേറ്റ്ലി. ഇത് 0.333 ആണ്. അപ്പോൾ 0.333 ആണ് ചെറിയ റേഡിയസ്, അതാണ് 1/3. ഇത് 5/7 അല്ലേ. എന്താണ് പറഞ്ഞേക്കുന്നത്? 5/7 എന്ന് പറയുന്ന വലിയ റേഡിയസ് ഉള്ള സർക്കിളിന് പുറത്തേക്ക് സെറ്റ് ഗ്രേറ്റർ ദാൻ. ഓക്കെ, അത് നമ്മൾ ആദ്യം ഷെയ്ഡ് ചെയ്തു പുറത്തേക്ക്. ഈ രണ്ടാമത്തെ സിഗ്നലിൻ്റെ കേസിൽ എന്താണ്? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1/3. 1/3 എന്ന് പറയുന്ന ചെറിയ റേഡിയസിന് പുറത്തേക്ക്. ഞാൻ രണ്ടും ഒരേ രീതിയിൽ ഷെയ്ഡ് ചെയ്യുന്നില്ല, വേറൊരു ഡയറക്ഷനിൽ ഷെയ്ഡ് ചെയ്യാം. ഈ രണ്ട് ഷെയ്ഡും കോമൺ ആയിട്ട് വരുന്നത് എവിടെയാണ്? നോക്കിയേ, രണ്ട് ഷെയ്ഡും കോമൺ ആയിട്ട് വരുന്നത് രണ്ടാമത്തെ സർക്കിളിന് പുറത്തേക്കാണ്. ഈ ഫസ്റ്റ് സർക്കിളിൻ്റെയും രണ്ടാമത്തെ സർക്കിളിൻ്റെയും ഇടയിൽ ഒറ്റ ഷെയ്ഡ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ കോമൺ ROC എന്ന് പറയുന്നത് ഏതാണ്? സെറ്റ് ഗ്രേറ്റർ ദാൻ വലിയ സർക്കിൾ, ദാറ്റ് ഈസ് 5/7. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ROC എന്ന് പറയുന്ന ഇതാണ് കോമൺ ഷെയ്ഡിങ് വരുന്ന റീജിയൻ. അപ്പോൾ ഇതാണ് ഫൈനൽ ROC, സെറ്റ് ഗ്രേറ്റർ ദാൻ 5/7. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും വരച്ച് എഴുതി വെക്കണം. സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക, ROC എന്താണെന്ന് എഴുതി വെക്കുക.
യു ഓഫ് എൻ ആണെങ്കിൽ സർക്കിളിൽ നിന്നും പുറത്തേക്കാണ്, യു ഓഫ് മൈനസ് എൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡഡ് ആണ്, സർക്കിളിനകത്തേക്കാണ്. ഇനി യു ഓഫ് എൻ മൈനസ് എൻ മൈനസ് വൺ ആണെങ്കിലും നെഗറ്റീവാണ്, അകത്തേക്കാണ്. യു ഓഫ് എൻ മൈനസ് വൺ പോസിറ്റീവാണ്, റൈറ്റ് സൈഡഡ് ആണ്, പുറത്തേക്കാണ്. യു ഓഫ് എൻ പ്ലസ് ടു റൈറ്റ് സൈഡഡ് ആണ്. യു ഓഫ് മൈനസ് എൻ്റെ കൂടെ എന്ത് വന്നു കഴിഞ്ഞാലും അത് നെഗറ്റീവ് ആക്സിസ്, നെഗറ്റീവ് ലെഫ്റ്റ് സൈഡഡ് ആണ് എന്ന് ഓർക്കും. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി അടുത്തത് പോൾ ആൻഡ് സീറോ. എവിടേക്കോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തൊട്ട് മുന്നേ ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ് പലതവണ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും കിട്ടും. ഒന്നുകിൽ ഇത് ഡയറക്റ്റായിട്ട് കിട്ടും, അല്ലെങ്കിൽ ആപ്ലിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് പക്കാ മനസ്സിലാക്കി വെച്ചേക്കുക. ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം a⁻n u of n എന്ന് പറയുന്ന ഇക്വേഷൻ, അങ്ങനെയുള്ള കുറച്ച് ഇക്വേഷൻസ് ഞാൻ അത് ലാസ്റ്റ് സ്ലൈഡിൽ എഴുതി തരാം. നിങ്ങൾക്ക് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് പക്കാ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പം സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ പോൾ സീറോ പ്ലോട്ട് നമ്മൾ ഓൾറെഡി ലാപ്ലേസ് ട്രാൻസ്ഫോമിനകത്ത് പഠിച്ചിട്ടുണ്ട്. പോള് സീറോസ് നമ്മുടെ ഒരു ഇക്വേഷൻ എക്സ് ഓഫ് സെഡ് നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ അത് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 2 ആണെന്ന് വിചാരിക്കാം. ഈ ഇക്വേഷൻ പോളിൻ്റെ കൺസെപ്റ്റാണ് പറയുന്നത്. പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന എക്സ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഇക്വേഷൻ ഇൻഫിനിറ്റി ആകണം. അല്ലെങ്കിൽ എക്സ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഇൻഫിനിറ്റി ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ പാർട്ട് താഴെയുള്ള വാല്യൂ 0 ആണ്. ഏത് ഡിവൈഡഡ് ബൈ 0? ഇൻഫിനിറ്റി ആണ്. ദാറ്റ് ഈസ് സെഡ് മൈനസ് 2 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ സെഡ് മൈനസ് 2 0 ആണെങ്കിൽ സെഡിന് എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. അപ്പോൾ ഇത് എന്ത് ആവാൻ വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇക്വേഷൻ ഇൻഫിനിറ്റി ആവാൻ വേണ്ടിയിട്ട് സെഡിന് ഞാൻ എന്താ കൊടുത്തേക്കുന്നത്? 2. നമ്മുടെ ഇക്വേഷൻ ഇൻഫിനിറ്റി ആവാൻ വേണ്ടി സെഡിന് കൊടുത്തേക്കുന്ന വാല്യൂ ആണ് പോൾസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എക്സ് വൈ ആക്സിസ്, അതായത് സെഡ് പ്ലേറ്റ്, സെഡ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വാല്യൂ ആണ്. അതിൻ്റെ റിയൽ പാർട്ടുണ്ട്, റിയൽ വാല്യൂ ഓഫ് സെഡ്. ആ സെഡിൻ്റെ ഇമാജിനറി പാർട്ടുണ്ട്, ഇമാജിനറി പാർട്ട് ഓഫ് സെഡ്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ ഈ സർഫസ്. എവിടെ വേണമെങ്കിലും സെഡ് എന്ന വാല്യൂ ഉണ്ടാകും. ഇതിനെ സെഡ് പ്ലെയിൻ എന്ന് വിളിക്കും. ഈ സെഡ് പ്ലെയിനകത്ത് ഇപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ വെച്ചിട്ട് സെഡിന് 2 1 2 എന്ന് കിട്ടി. പോൾ ആണെങ്കിൽ നമ്മൾ ഇൻറ്റു എന്ന് പറയുന്ന മാർക്കിങ് വെച്ച് ചെയ്യും. 0 ആണെങ്കിൽ 0 വെറുതെ ഒരു 0യും ഇടും. ഇനി എക്സ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ 0 ആകണമെങ്കിൽ, ആ ഇക്വേഷൻ്റെ ആൻസർ 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ പാർട്ട് 0 ആണ്. ദാറ്റ് ഈസ് സെഡ് ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ ഇക്വേഷൻ 0 ആവും. ഇപ്പോൾ സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിൻ്റ് എവിടെയാണ്? ഒറിജിൻ. അപ്പോൾ അതാണ് നമ്മുടെ 0. പറഞ്ഞ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. തൊട്ട് താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ന്യൂമറേറ്റർ എൻ ഓഫ് സെഡ്, ഡിനോമിനേറ്റർ ഡി ഓഫ് സെഡ്. പോള് കണ്ടുപിടിക്കണമെങ്കിൽ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ആവണം. അപ്പോൾ കിട്ടുന്ന വാല്യൂ റൂട്ട്സ് ഓഫ് ഡിനോമിനേറ്റർ. 0 കണ്ടുപിടിക്കണമെങ്കിൽ ന്യൂമറേറ്റർ പാർട്ട് ഈക്വൽ ടു 0 കൊടുക്കുക, അപ്പോൾ കിട്ടുന്ന റൂട്ട്സ് ആണ്. ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ന്യൂമറേറ്ററിനകത്ത് സെഡ് മൈനസ് 1ഉം ഡിനോമിനേറ്റർ പാർട്ടിനകത്ത് സെഡ് പ്ലസ് 1ഉം സെഡ് പ്ലസ് 2. അപ്പോൾ പോൾ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഓഫ് സെഡിൻ്റെ ആൻസർ ഇൻഫിനിറ്റി ആയിരിക്കണം. എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആവണം. ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് പ്ലസ് 2 ഈക്വൽ ടു 0 ആവണം. അല്ല എങ്കിൽ സെഡിന് -1ഓ സെഡിന് -2ഓ കൊടുക്കണം. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഇത് ഈക്വൽ ടു 0. അപ്പോൾ ഇൻഫിനിറ്റി ആവാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുത്താൽ മതി? സെഡിന് -2ഓ സെഡിന് -1ഓ കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. പോൾസിനെ നമ്മൾ ഇൻറ്റു മാർക്കിംഗ് വെച്ചിട്ടും സീറോസിനെ 0 മാർക്കിംഗ് വെച്ചിട്ടുമാണ് കാണിക്കുക. അപ്പോൾ ഡിനോമിനേറ്റർ പാർട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് പ്ലസ് 2 ഈക്വൽ ടു 0 കിട്ടണം. ഇത് 0 കിട്ടണമെങ്കിൽ ഈ ഫസ്റ്റ് പാർട്ടിൽ സെഡിന് -1 കൊടുത്താൽ മതി. അപ്പോൾ ഇത് 0 ഇൻറ്റു അടുത്ത പാർട്ട് 0 ആകും. അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ സെഡിന് -2 കൊടുത്താൽ മതി. -1ഓ -2ഓ അതാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. എക്സ് വൈ ആക്സിൽ -1ലാണ് ഒരു പോളുള്ളത്, -2ലാണ് അടുത്ത പോളുള്ളത്. ഇതിൻ്റെ ന്യൂമറേറ്റർ പാർട്ട് എന്ന് പറയുന്നത് സെഡ് -1 ആണ്. അപ്പോൾ സെഡിൻ്റെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ 0, അവിടെയാണ് 0 കൊടുത്തത്. നോക്കി വെച്ചേക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് പോള് 0 പ്ലോട്ട്.
പോളിനെ ഇൻറ്റു വെച്ചിട്ടും സീറോനെ സീറോ വെച്ചിട്ടും